എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഹരിപ്പാട് കെ എസ് പണിക്കർ. ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ, അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകവും അതിൻ്റെ വ്യാഖ്യാനവുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോകൾ ഇട്ടിരുന്നത് ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ അടിസ്ഥാന തത്വത്തെക്കുറിച്ചും ഒക്കെയായിരുന്നു. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകവും അതിൻ്റെ വ്യാഖ്യാനവും പറയുന്നത് എന്ന് വെച്ചാൽ, ഈ പറഞ്ഞുകൊണ്ടിരുന്ന ക്ഷേത്ര സങ്കല്പത്തിലെ അതിൻ്റെ പിന്നിലെ തത്വവും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിലെ വിഷയത്തിലെ തത്വവും തമ്മിൽ ബന്ധം ഉള്ളതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ആ ശ്ലോകം, അതായത് ഇത് 9-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകമാണ്. ആ ശ്ലോകം ഇങ്ങനെയാണ്: അവജാനന്തി മാ മൂഢാം മാനുഷി തനുമാശ്രിതം പരം ഭാവം അജാനന്ദോ മമഭൂത മഹേശ്വരം. അർത്ഥം ഇതാണ്: പരമകാരണമായ വസ്തുസ്ഥിതി ധരിച്ച ജ്ഞാനികൾക്ക് ഇവിടെ പരബ്രഹ്മം മാത്രമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ എന്നുള്ള തത്വം, അദ്വൈതം എന്നുള്ള തലമാണ് ഇവിടെ പറയുന്നത്. ഒന്നേ ഉള്ളൂ, രണ്ടില്ല, ലേശം പോലും രണ്ടില്ല, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലില്ല എന്നാണ് ആദ്യം പറയുന്നത്. അങ്ങനെയിരിക്കെ ഈശ്വരനെ മനുഷ്യരൂപത്തിൽ സങ്കല്പിച്ച് എൻ്റെ ഈശ്വരൻ വലുത്, നിന്റെ ഈശ്വരൻ, അല്ലെങ്കിൽ എൻ്റെ ഈശ്വരൻ കേമൻ, നിന്റെ ഈശ്വരൻ ചെറുത് എന്ന് വ്യാഖ്യാനിക്കുന്ന മനുഷ്യ വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾ മൂഢന്മാരാണെന്നാണ് ഭഗവാൻ ആദ്യം പറയുന്നത്. അവർക്ക് എന്നെ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, അല്ലെ എൻ്റെ ആ തത്വത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പ്രത്യേകം പറയുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് നയിക്കാൻ ഈശ്വരനെ ഒരു സഗുണ രൂപം സങ്കല്പിച്ച് ഭജിക്കാമെന്ന് ഉള്ളത് തന്നെ അത് ശരിയാണ്. അതായത് മനസ്സിനെ ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സഗുണ രൂപം, ഈശ്വരൻ്റെ ഒരു സഗുണ രൂപം സങ്കല്പിച്ച് അതിനെ ഭജിക്കാം അല്ലെങ്കിൽ പൂജിക്കാം എന്നുള്ള സത്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ പോലും ഭൂതമഹേശ്വരമായ പരമകാരണത്തിലേക്ക്, അത് ഭൂതമഹേശ്വരം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ എന്ന തത്വത്തിലേക്ക് പരമകാരണമായിരിക്കുന്ന, ഇവിടെ കാര്യവും കാരണവും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവും കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ പരമകാരണമായിരിക്കുന്ന തത്വത്തെ അറിയാതെ ഈ പറയുന്ന സഗുണരൂപിയായ ഈശ്വരനെ മാത്രം ഭജിച്ചു കഴിഞ്ഞാൽ അതിനകത്തിൽ എന്താണ് ഭൗതിക തലത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിനകത്തിലും ഭൗതിക തലത്തിൽ ചില ഗുണങ്ങൾ കിട്ടിയേക്കാം. പക്ഷേ അത് ഒരു ഉപായം കൂടിയാണ്. എന്ത്? സഗുണമായിരിക്കുന്ന തത്വത്തിൽ നിന്നും ഗുണമല്ലാത്തതുമായ നിർഗുണമായ തലത്തിലേക്ക് എത്തപ്പെടാനുള്ള ഒരു ഉപായം മാത്രമാണ്. ഈശ്വരന് ദേഹമുണ്ടെന്ന് കരുതുന്ന പക്ഷം പ്രപഞ്ച ഘടകങ്ങളെല്ലാം ഈശ്വര ദേഹങ്ങളാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് വിരാട പുരുഷൻ എന്ന് പറയുന്നത്. വിരാട പുരുഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അത് ഈശ്വരന്റെ ദേഹങ്ങളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം ഈശ്വരൻ വസിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാനില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സഗുണരൂപിയായ ഒരു ഈശ്വരനെ ഭജിച്ചു കഴിഞ്ഞാൽ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആത്മീയ തലത്തിലേക്ക് ഉയർന്നു പോകാൻ സാധ്യം ആകും എന്നാണ് ഇതിൽ കൂടി പറയുന്നത്. ദേഹമില്ലെന്ന് കരുതുന്ന പക്ഷം ഈശ്വരൻ സച്ചിദാനന്ദ ഘനമായ പരബ്രഹ്മമാണെന്ന് കരുതണം. അതായത് സത്ത് ചിത്ത ആനന്ദം. സത്ത് ചിത്ത ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒതുങ്ങി നിന്ന് നമ്മളിൽ ആനന്ദം പകർന്നു തരുന്ന സത്തായിരിക്കുന്ന, അതായത് എല്ലാത്തിൻ്റെയും എസൻസ് ആയിരിക്കുന്ന ആ ഒരു തത്വത്തെയാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിനു പകരം അതൊരു രൂപത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എത്തിച്ചേരുന്ന രൂപത്തിൽ മാത്രമേ, രൂപത്തിൽ പിടിച്ചു നിൽക്കാനേ പറ്റത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യമേ അല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗീതയിൽ ഭഗവാൻ എവിടെയൊക്കെ ഞാനെന്നും എന്നെയെന്നും പറയുന്നു അവിടെയൊക്കെ ഭഗവാന്റെ ഭൂതമഹേശ്വരമായ ഭാവമാണ് അർത്ഥമാക്കേണ്ടതെന്നും ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. മമ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അവിടെ എല്ലാം ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് ആളുകൾ കരുതുന്നത്, വായിക്കുന്നവർ കരുതുന്ന ഭഗവത്ഗീതയിൽ കൃഷ്ണനാണെന്നുള്ള അർത്ഥത്തില്ല. അതിനപ്പുറത്തേക്ക് അങ്ങനെ പറയുന്നിടത്തെല്ലാം ഈ പറയുന്ന അദ്വൈത സിദ്ധാന്തത്തെയാണ് ഭഗവാൻ സ്പഷ്ടമാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പറയുന്ന ഭൂതമഹേശ്വരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അറിവില്ലാത്തവനായി ജനിച്ച് പിന്നീട് ആത്മസാക്ഷാത്കാരം നേടുന്നവന് പോലും താൻ ദേഹമല്ല സർവവ്യാപിയായ പരബ്രഹ്മമാണെന്ന് അനുഭവിക്കാൻ കഴിയുന്നിരിക്കെ
പൂർണ്ണ അവതാരമായ ഭഗവാൻ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നിടത്ത് അർത്ഥമാക്കുന്നതിൽ നമ്മൾ കരുതേണ്ടത് പരമായിരിക്കും തത്വത്തെ മാത്രമാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, പരം എന്ന് പറഞ്ഞാൽ ആ കാരണമായിരിക്കും തത്വത്തെയാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അതിൽ മൂഢതയില്ല, അതിൽ സത്യമാണെന്ന് മനസ്സിലാക്കാൻ. ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ മൂഢനായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ പറയുന്ന രൂപതത്വത്തിലേക്ക് പോവുകയും അവിടെ രൂപത്തിൽ ഭജിച്ച് അവിടെ തന്നെ നിലയുറച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്വാമി, ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത് ഒഴുക്ക് വേണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്ഷേത്രത്തിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല എന്നും അതിൽ നിന്നും കടന്നു പോകണം എന്നും പറയുന്നതിൻ്റെ പിന്നിലെ തത്വം ഇതാണ്. പക്ഷേ സഗുണനായ ഒരു ഈശ്വരൻ നമുക്ക്, അല്ലെങ്കിൽ ഒരു മൂർത്തിഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ മനസ്സിൻ്റെയും ആ ഒരു കോൺസെൻട്രേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. ആ തലത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നാം ഇപ്പം അന്ധതയിൽ ജീവിക്കുകയാണ്. അന്ധത എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തതെന്നല്ല അർത്ഥം. കണ്ണൊക്കെ ഉണ്ട്, പക്ഷെ കണ്ണുണ്ടെങ്കിലും ഉൾക്കണ്ണില്ല, ഉൾക്കണ്ണിൻ്റെ കാഴ്ചയില്ല. ആ ഉൾക്കണ്ണിൻ്റെ കാഴ്ച ഉണ്ടാകണമെങ്കിൽ മനസ്സിന്റെ ഏകാഗ്രത ഉണ്ടാവണം. ചിത്തത്തിന് ഏകാഗ്രത ഇല്ലാതെ ഒരു കാരണവശാലും അതിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല. അപ്പൊ ചിത്തത്തിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വസ്തു നമ്മളിലേക്ക് ആകർഷിക്കപ്പെടണം. അതാണ് ഈ മൂർത്തിഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് തന്നെ. അതിൽ നിന്നും അത് സത്യമായിരിക്കെ അതിൽ നിന്നും ആ സത്യത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ നമ്മൾ എന്തിലേക്ക് അടക്കണം? ഭൂതമഹേശ്വരമായിരിക്കുന്ന കാരണതത്വത്തിലേക്ക് അടുത്ത് അതിലെത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഈ സത്യത്തിൽ ഉറച്ചു നിൽക്കാതെ, ഈ സത്യം എന്ന് പറയുന്നത് നാം കണ്ണുകൊണ്ട് കാണുന്ന സത്യം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ചില്ലുകൊട്ടാരം പോലെ തകർന്നു പോകുന്നതാണ് ഇതെല്ലാം എന്ന് നാം വ്യക്തമായിട്ട് ധരിക്കണം കേട്ടോ. അത് അതിനകത്തിലെ ഒരു കല്ലുകൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രതിമയോ ലോഹം കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രതിമയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു പ്രതിമ എന്ന് പറയുന്നത് തൽക്കാല ശാന്തിക്ക് വേണ്ടി നമുക്കുണ്ടാക്കുന്ന നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ്. അതിന് ഞാൻ പറഞ്ഞു വരുന്നത് അടുത്തതിനകത്തിലും ഈ നമ്മൾ ക്ഷേത്രസങ്കല്പത്തിൽ പറയുന്നുണ്ട്. അതിനകത്തിൽ ചൈതന്യവത്താക്കി തീർക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴേ അതിൽ എന്തൊക്കെയോ ഉണ്ടെന്നും ആ ഒരു തലത്തിൽ നിന്നും നമ്മൾ സാവധാനത്തിൽ ഉയർന്നു പോകണമെന്നുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായാൽ മാത്രം, ഒരു അറിവ് നമുക്കുണ്ടായ, മനസ്സ് മാത്രമല്ല അറിവുണ്ടായാൽ മാത്രമേ നമ്മൾ അവിടെ നിന്നും സാവധാനം മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ക്ഷേത്രസങ്കല്പത്തിൽ ഉറച്ചു നിൽക്കാതെ മുന്നോട്ട് പോകണം. പക്ഷെ ക്ഷേത്രസങ്കല്പം തുടക്കമാണെന്നും ആ തുടക്കമായിരിക്കുന്ന സ്ഥലത്ത് കുറേ നാൾ നിന്നതിന് ശേഷം അത് മനസ്സിന്റെ ഏകാഗ്രതയിൽ എത്തിയതിന് ശേഷം അവിടെ നിന്നും സാവധാനം മുന്നോട്ട് കുതിച്ചാൽ മാത്രമേ ഈ പറയുന്ന ഞാനിവിടെ എന്തിനാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള തലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവുണ്ടാവത്തുള്ളൂ. ഉള്ളിലോട്ട് ഒഴുക്ക് വേണമെന്നർത്ഥം. ഉള്ളിലോട്ട് ഒഴുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ തലത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തുള്ളൂ. യോഗയിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ പറയുന്ന ആദ്യത്തെ പടിയായിരുന്ന ക്ഷേത്രസങ്കല്പത്തിലേക്ക് കടക്കുകയും വേണം. അവിടെ നിന്നും സാവധാനത്തിൽ പടികൾ ചവിട്ടി നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരുകയും വേണമെന്ന് നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഉറച്ചു പോയി കഴിഞ്ഞാൽ ജന്മങ്ങൾ തോറും ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വന്നു പോകും. അത് മനസ്സിലാക്കുക. അതാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ധരിക്കണമെന്നുണ്ടെങ്കിൽ ഹോമാദികളും പൂജകളും ഒക്കെ ഒരു താണതരത്തിലുള്ള പൂജാക്രമങ്ങളാണ്. അതിൽ നിന്നും സാവധാനത്തിൽ ഈ പറയുന്ന തലത്തിലേക്ക് എത്താൻ ധ്യാനത്തിൻ്റെ തലത്തെ നമ്മൾ കടന്നു പിടിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥ വരണം. എന്നാൽ മാത്രമേ എത്തിച്ചേരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ കൊട്ടിയടച്ച് സാവധാനത്തിൽ ഉള്ളിലേക്കുള്ള ഒഴുക്ക് വ്യക്തമാക്കാൻ പറഞ്ഞു, ആ ഒഴുക്കിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. ആ ഒഴുകും തോറും നമ്മളിലെ ധാരമുറിയാതുള്ള ഒഴുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം ബിംബം ആയിക്കോട്ടെ, മൂർത്തി ആയിക്കോട്ടെ, പക്ഷേ അത് ധാരമുറിയാതുള്ള ബിംബത്തിന്റെ കാഴ്ച നമ്മളിലെത്തുമ്പോഴേ നമ്മളിൽ സങ്കല്പം കൊടുക്കുമ്പോൾ തന്നെ ഈ ബിംബം വരുന്ന ഒരു തലത്തിലേക്ക് വരും. കൃഷ്ണന്റെ ആയാലും ആരുടെ ആയാലും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഏകാഗ്രപ്പെട്ടു വരുന്നു എന്നുള്ള ഒരവസ്ഥയാണത്. അത് കഴിഞ്ഞ് സാവധാനത്തിൽ ഇതിൽ നിന്നും പടിപടിയായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും. അപ്പോഴീ ബിംബങ്ങളും മൂർത്തികളും അത് രൂപങ്ങളും ഒക്കെ സാവധാനത്തിൽ നമ്മൾ എടുത്തു മാറ്റേണ്ട ഒരവസ്ഥ ഉണ്ടാവും. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കും. ഇതുകൂടാതെ വിജ്ഞാന ഭൈരവ തന്ത്ര എന്ന് പറയുന്ന 112 ധാരണകൾ ഉള്ളടക്കം ചെയ്ത വളരെ പുരാതനമായ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലെ ധാരണകൾ എന്ന് പറയുന്നത് ഓരോ ധാരണയും ഓരോ സിദ്ധിയാണ്. പല വ്യക്തികളും അത് കീറി മുറിച്ച് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ
അതിലെന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അതാണ് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്നൊക്കെ കോപ്പി അടിച്ചാണ് പലരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 112 ധാരണകളിൽ ഏതെങ്കിലും ഒരു ധാരണ ഉറച്ചു കഴിഞ്ഞാൽ സിദ്ധിയായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വിജ്ഞാന ഭൈരവ തന്ത്രം എന്ന് പറഞ്ഞ അതിപുരാതനമായ ഒരു അതിവിപുലമായതുമായ ഒരു ആത്മീയ ഗ്രന്ഥമാണ്. അതിനെപ്പറ്റി ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയുന്നതാണ് വിജ്ഞാന ഭൈരവ തന്ത്രയെക്കുറിച്ച്. അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതും ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇനിയും അതിനെക്കുറിച്ചും ചില കാര്യങ്ങളൊക്കെ ഞാൻ സ്പഷ്ടമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഞാൻ സമാപിപ്പിക്കുകയാണ്. നമസ്കാരം.